ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മൾ കഴിഞ്ഞ കോപ്പറേറ്റീവ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും കൂടെ സംഘം രജിസ്റ്റർ ചെയ്യാൻ അപേക്ഷ കൊടുത്തു, ശരിയല്ലേ? സെക്ഷൻ 6 റൂള് 3 ഒക്കെ നമ്മൾ ഓൾറെഡി കണ്ടു. എങ്ങനെയാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ അപേക്ഷ കൊടുക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ, അതിൻ്റെ നിയമവും കണ്ടു, അതിൻ്റെ ചട്ടവും കണ്ടു, അതായത് ആക്ടും കണ്ടു, റൂളും കണ്ടു. അപ്പം അങ്ങനെ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഇനിയും നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഇനി രജിസ്ട്രേഷനാണ്. അപ്പം ഞാൻ പറഞ്ഞു സെക്ഷൻ 6 വരെ, അതുപോലെ റൂള് 3 വരെ, സെക്ഷൻ 6 റൂള് 3 വരെ നമ്മളെല്ലാവരും കൂടെ മെമ്പേഴ്സാണെന്ന് വിചാരിക്കുക. നമ്മളെല്ലാവരും മെമ്പേഴ്സായിരുന്നു, അതായത് അല്ലെങ്കിൽ സംഘം രജിസ്റ്റർ ചെയ്യാൻ അപേക്ഷ കൊടുത്ത അപേക്ഷകരായിരുന്നു. ഇനി നമ്മൾ നേരെ എന്ത് ചെയ്യണം? നമ്മൾ ഇനി രജിസ്ട്രാർ ആണെന്ന് നമുക്ക് ചിന്തിച്ചാലോ. സെക്ഷൻ 6 വരെ അതുപോലെ റൂള് 3 വരെ നമ്മൾ സംഘം രജിസ്റ്റർ ചെയ്യാൻ അപേക്ഷ കൊടുത്തവരായിരുന്നു. ഇനിയിപ്പോൾ പണി അവർക്കല്ല, ഇനിയിപ്പോൾ രജിസ്ട്രാറിൻ്റെ പണിയാണ് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അപ്പം നമ്മൾ ആലോചിക്കാം, നമ്മൾ ഓരോരുത്തരും രജിസ്ട്രാർമാരാണ്. ഇപ്പം നമ്മൾ രജിസ്ട്രാറാണ്. നമ്മുടെ മുൻപാകെ ഒരു അപേക്ഷ കിട്ടുമ്പോൾ നമ്മൾ, ഇപ്പം ഫോർ എക്സാമ്പിൾ നാളെ ഞാൻ രജിസ്ട്രാറായെന്ന് വിചാരിക്കുക, അല്ല നിങ്ങൾ നാളെ രജിസ്ട്രാറായി. ഇപ്പം നിങ്ങളുടെ മുൻപിൽ സംഘം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഒരു അപേക്ഷ കിട്ടി. അങ്ങനെ ഒരു അപേക്ഷ കിട്ടുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് അവിടെ ചെയ്യാൻ പോകുന്നത്? എങ്ങനെയായിരിക്കും നിങ്ങളത്, എന്താ പറയുക, അതിൻ്റെ നടപടിക്രമങ്ങൾ എന്താണ്, അല്ലേ? അങ്ങനെ ഒരു സംശയം നമ്മുടെ മനസ്സിൽ വന്നേ. നമ്മളെല്ലാം രജിസ്ട്രാർമാരാണ്. ഞാൻ രജിസ്ട്രാറാണ്. എൻ്റെ മുൻപിൽ സംഘം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഒരു അപേക്ഷ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെക്ക് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ നോക്കി വേണം സംഘം രജിസ്റ്റർ ചെയ്ത് കൊടുക്കാൻ? അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ ഞാൻ റിജക്റ്റ് ചെയ്യേണ്ടി വരുമോ അറിയണ്ടേ? നോക്കാം. അപ്പം നമ്മളെല്ലാവരും രജിസ്ട്രാർമാരാണ്. ആ ഒരു മെൻറ്റാലിറ്റി വേണം സെക്ഷൻ 7 റൂള് 4 ക്ലാസ് നമ്മൾ മനസ്സിലാക്കാൻ. ഓക്കെ, നമ്മൾ മനസ്സിലാക്കണം, രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട സെക്ഷൻ അല്ലെങ്കിൽ വകുപ്പ് 7 അതിന്റെ തനത് റൂള് അല്ലെങ്കിൽ ചട്ടം എന്ന് പറയുന്നത് ചട്ടം 4 സെക്ഷൻ 7 റൂള് 4. ഓക്കെ, നേരത്തെ പറഞ്ഞിരുന്നു ഏതായിരുന്നു? സെക്ഷൻ 6 പ്രകാരം റൂള് 3 പ്രകാരമായിരുന്നു നമ്മൾ എന്ത് ചെയ്തത്? അപേക്ഷ കൊടുത്തു. സംഘം രജിസ്റ്റർ ചെയ്യാൻ നമ്മൾ അപേക്ഷ ഇങ്ങോട്ട് കൊടുത്തു. ഇനിയിപ്പോൾ രജിസ്ട്രേഷനാണ്. നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, അതിന്റെ ക്ലാസ് ഞാനിവിടെ ലിങ്ക് എന്ത് ചെയ്തിരിക്കാം, താഴെ പിൻ ചെയ്തിരിക്കാം കേട്ടോ. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്തേക്കാം. നിങ്ങൾ അതൊന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഇതിലേക്ക് വരിക, അത് കണ്ടിട്ടില്ലെങ്കിൽ. ഓക്കെ, നോക്കാം അല്ലേ? അപ്പൊ നമ്മൾ നോക്കാം. എന്താ പറയുക? സെക്ഷൻ 7 റൂള് 4. സെക്ഷൻ 7 റൂള് 4. നോക്കാം. ആദ്യം സെക്ഷൻ 7 നമുക്ക് നോക്കാം. അതിൽ ആദ്യം പറയുന്നത് ഇങ്ങനെയാണ്: ഇഫ് ദ രജിസ്ട്രാർ ഈസ് സാറ്റിസ്ഫൈഡ് ദാറ്റ്, അല്ലേ? ഇപ്പൊ താഴെ പറയുന്ന കാര്യങ്ങളിൽ രജിസ്ട്രാർ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. അതായത് ഞാൻ രജിസ്ട്രാർ ആണെങ്കിൽ ഈ താഴെ പറയുന്ന കാര്യങ്ങളിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ ഞാൻ എന്ത് ചെയ്യുകയുള്ളൂ? സംഘം രജിസ്റ്റർ ചെയ്ത് കൊടുക്കുകയുള്ളൂ. ഓക്കെ, ഇപ്പൊ താഴെ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതായത് രജിസ്ട്രാറായി ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ഈ അപേക്ഷയുമായി ബന്ധപ്പെട്ട് ചെക്ക് ചെയ്യണം എന്ന് ഓർത്ത് വെച്ചേക്കുക. ഇവിടെ ആദ്യം പറയുന്നുണ്ട് ദാറ്റ് ദ ആപ്ലിക്കേഷൻ കംപ്ലൈസ് വിത്ത് ദ പ്രൊവിഷൻ ഓഫ് ദിസ് ആക്ട് ആൻഡ് ദ റൂൾ എന്ന് പറയുക. അതായത് അപേക്ഷ നമ്മുടെ KCS ആക്ട്, അതായത് സഹകരണ നിയമത്തിനും KCS റൂൾസ് സഹകരണ ചട്ടത്തിനും വിധേയമാണെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ക്ലിയർ ആകുന്നുണ്ടോടെ? എന്താണ് പറയുക? that the application complies with the provision of this act and rule. അതായത് അപേക്ഷ ഈ നിയമത്തിനും ചട്ടത്തിനും വിധേയമായിരിക്കണം. അതായത് നമ്മുടെ അപേക്ഷ ഒരു കാരണവശാലും നിയമത്തിനും ചട്ടത്തിനും വിരുദ്ധമാവാൻ പാടില്ല. അപ്പൊ ആദ്യത്തെ നമ്മൾ പഠിക്കുന്ന കാര്യം എന്താണ്? അപേക്ഷ നിയമത്തിനും ചട്ടത്തിനും വിധേയമായിരിക്കണം കേട്ടോ. വിപരീതമാവാൻ പാടില്ല എന്ന് ഓർത്ത് വെച്ച് വിധേയപ്പെട്ട് നിൽക്കണം. വിപരീതമാകാൻ പാടില്ല. ഓക്കെ, അതാണ് ഫസ്റ്റ് കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്. വിധേയപ്പെട്ടിരിക്കണം എന്ന് ഓർത്ത് വെച്ചു കേട്ടോ. നമ്മളെ വിധേയപ്പെട്ടിരിക്കണം എന്ന് പറഞ്ഞാൽ ആക്ടിനും റൂളിനും അനുസൃതമായിട്ട് വേണം നമ്മൾ എന്ത് ചെയ്തിരിക്കണം? അപേക്ഷ. അല്ലാതെ ഒരിക്കലും ആക്ടിനും റൂളിനും വിപരീതമാവാൻ പാടില്ല. അങ്ങനെ വിപരീതമാണെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ തന്നെ എന്ത് ചെയ്യും? നമ്മൾ റിജക്ട് ചെയ്യും. ഓക്കെ, നമ്മൾ ആദ്യം നോക്കേണ്ട കാര്യം എന്താണ്? ആക്ടിനും റൂളിനും വിധേയപ്പെട്ടിരിക്കണം. ക്ലിയർ അല്ലേ? ഇനി അവിടെ പറയുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് അവിടെ പറയുന്ന കാര്യം ഇതാണ്: ദാറ്റ് ദ ഒബ്ജക്റ്റ് ഓഫ് ദ പ്രപ്പോസ്ഡ് സൊസൈറ്റി ആർ ഇൻ അക്കോർഡൻസ് വിത്ത് സെക്ഷൻ 4 എന്ന് ഓർത്ത് വെച്ചേക്കുക. അതായത് സംഘത്തിന്റെ ലക്ഷ്യം എന്താണ്? സെക്ഷൻ 4 അനുസൃതമായിട്ടായിരിക്കണം, അല്ലേ? അതാണ് പറയുക. എന്താണ് പറഞ്ഞത്? ആദ്യം പറഞ്ഞു ആക്ടിനും റൂളിനും വിധേയപ്പെട്ടിരിക്കണം. ഇനി രണ്ടാമത് പറയാണ് ദാറ്റ് ദ ഒബ്ജക്റ്റ് ഓഫ് ദ പ്രപ്പോസ്ഡ് സൊസൈറ്റി ആർ ഇൻ അക്കോർഡൻസ് വിത്ത് സെക്ഷൻ 4. സെക്ഷൻ 4 അനുസൃതമായിട്ടായിരിക്കണം സംഘത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ ഞാനത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എന്താണ് സെക്ഷൻ 4 പറയുന്നത്? സംഘത്തിന്റെ ലക്ഷ്യം എന്താണ്? അവിടുത്തെ അംഗങ്ങളുടെ സാമ്പത്തിക താല്പര്യങ്ങൾ കാത്തു സൂക്ഷിക്കുക, പൊതുജനങ്ങൾക്കും സേവനങ്ങൾ നൽകുക, അല്ലേ? ശരിയല്ലേ? ഓർക്കുന്നുണ്ടോ? ഫസ്റ്റ് വീഡിയോ കിടപ്പുണ്ട്, കണ്ടുപിടിച്ചേക്കുക.
that the object of the proposed society are in accordance with section 4. വകുപ്പ് 4 പ്രകാരമായിരിക്കണം സംഘത്തിന്റെ ലക്ഷ്യം. അത് രജിസ്ട്രാറായ ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ ഉറപ്പുവരുത്തണം. ഒന്നാമത് എന്തായിരുന്നു, ഞാൻ വീണ്ടും ഇങ്ങനെ റിവൈസ് ചെയ്യും കേട്ടോ. ആക്ടിനും റൂളിനും വിധേയപ്പെട്ടിരിക്കണം. രണ്ടാമത് പറയാണ് സെക്ഷൻ 4 പ്രകാരമായിരിക്കണം സംഘത്തിന്റെ ലക്ഷ്യം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്. സെക്ഷൻ 4 പറഞ്ഞ എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. അവിടുത്തെ നമ്മുടെ അതായത് അംഗങ്ങളുടെ സാമ്പത്തിക താല്പര്യങ്ങൾ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയാണ് സംഘം രൂപീകരിക്കുന്നത്. അടുത്ത മൂന്നാമത് പറയാണ്, എന്താണ് മൂന്നാമത് പറയുന്നത്, ദാറ്റ് ദി ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് ദ പ്രപ്പോസ്ഡ് സൊസൈറ്റി ആൻഡ് ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് അനദർ സൊസൈറ്റി ഓഫ് സിമിലർ ടൈപ്പ് ഡു നോട്ട് ഓവർലാപ്പ് എന്ന് പറയുന്നുണ്ട്. എന്താ പറയുക, നിർദ്ദിഷ്ട സംഘത്തിന്റെ പ്രവർത്തന മേഖല അതേ സ്വഭാവമുള്ള മറ്റൊരു സംഘത്തിന്റെ പ്രവർത്തന മേഖലയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഓവർലാപ്പ് ചെയ്യാൻ പറ്റില്ല, അതിലംഘിച്ച് കടക്കാൻ പറ്റില്ല. അതിലംഘനം, അതാണ് ഓവർലാപ്പ്. അതായത് ഒരു സ്ഥലത്ത് ഒരു സ്വഭാവമുള്ള ഒരു സംഘമേ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ നോക്കണം. ഇപ്പൊ എന്റെ മുൻപാകെ ഒരു അപേക്ഷ ഒന്ന്, ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, എന്റെ മുൻപാകെ ഒരു പി കാർഡ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി അപേക്ഷ, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു, ഞാൻ രജിസ്റ്ററാണ്. അപ്പൊ ഒരു പി കാർഡ് ബാങ്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയാണ് എന്റെ മുൻപാകെ ഒരു അപേക്ഷ വന്നത്. ഇപ്പൊ പി കാർഡ് ബാങ്കിന്റെ പ്രവർത്തന പരിധി ഒരു താലൂക്കാണ്, ശരിയല്ലേ? ഇപ്പൊ പി കാർഡ് ബാങ്ക് രജിസ്റ്റർ ചെയ്യാൻ എന്റെ മുൻപിൽ അപേക്ഷ വന്നു. അപ്പൊ ഓർക്കുക, പി കാർഡ് ബാങ്കിന്റെ പ്രവർത്തന പരിധി ഒരു താലൂക്കാണ്. ഇപ്പൊ ഈ അപേക്ഷ വരുമ്പോൾ തന്നെ ഞാൻ നോക്കണം നിലവിൽ, അതായത് ഈ നമ്മുടെ അപേക്ഷയിൽ ഒരു പ്രവർത്തന പരിധി പറയും, ഇതായിരിക്കും ഞങ്ങളുടെ പ്രവർത്തന പരിധി എന്ന് നമ്മുടെ അപേക്ഷയിൽ പറയുമല്ലോ. അപ്പം ഇവിടെ നോക്കേണ്ടത് ആ പ്രവർത്തന പരിധിയിൽ നിലവിൽ അതേ സ്വഭാവമുള്ള, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു പി കാർഡ് ബാങ്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി അപേക്ഷ എന്റെ കൊണ്ട് തന്നു ഏതെങ്കിലും ഒരു താലൂക്ക് വെച്ച്. അപ്പൊ ഞാൻ ആദ്യം നോക്കണം നിലവിൽ ആ താലൂക്കിൽ ഒരു പി കാർഡ് ബാങ്ക് ഉണ്ടോ. അതായത് ഒരു സ്ഥലത്ത് ഒരു സ്വഭാവമുള്ള ഒരു സംഘം പറ്റത്തുള്ളൂ. ക്ലിയർ ആണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് ഞാൻ നോക്കണം നിലവിൽ അങ്ങനെ ഒരു സംഘം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ ഞാൻ ഈ അപേക്ഷ റിജക്ട് ചെയ്യും. കാരണം ഒരു സ്ഥലത്ത് ഒരു സ്വഭാവമുള്ള ഒരു സംഘം പറ്റത്തുള്ളൂ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ എന്താണ്, കാഞ്ഞിരപ്പള്ളി താലൂക്ക്, ഞാൻ താമസിക്കുന്നത് കാഞ്ഞിരപ്പള്ളി താലൂക്കിലാണ്. അപ്പൊ കാഞ്ഞിരപ്പള്ളി താലൂക്കില് എന്താ പറയുക, ഒരു പി കാർഡ് ബാങ്ക് രജിസ്റ്റർ ചെയ്യണമെന്നും പറഞ്ഞൊരു അപേക്ഷ വരുമ്പോൾ നമ്മൾ ആദ്യം നോക്കണം നിലവിൽ കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ ഒരു പി കാർഡ് ബാങ്ക് ഉണ്ടോ, വേണ്ടേ? നിലവിൽ അവിടെ പ്രവർത്തന പരിധിയിൽ, അതായത് ഈ പ്രവർത്തന പരിധിയിൽ ഇതേ സ്വഭാവമുള്ള സംഘം ഉണ്ടോ നോക്കണം. അങ്ങനെ സംഘം നിലവിൽ അവിടെ ഇതേ സ്വഭാവമുള്ള സംഘം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, നിർദ്ദിഷ്ട സംഘത്തിന്റെ സ്വഭാവമുള്ള എന്താ പറയുക സൊസൈറ്റി ഉണ്ടെങ്കിൽ നമ്മൾ ഓൺ ദ സ്പോട്ടിൽ ഈ അപേക്ഷ റിജക്ട് ചെയ്യും. ഓക്കെ, അതാണ് പറയുന്നത് പ്രവർത്തന പരിധി ഓവർലാപ്പ് ചെയ്യുന്നുണ്ടോ നോക്കണം. ക്ലിയർ ആണ് ഞാൻ വിചാരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇവൻ എൻ്റെ പഞ്ചായത്തിൽ ഓൾറെഡി എന്താണ് പഞ്ചായത്ത് പ്രവർത്തന പരിധിയായിട്ടൊരു ഒരു സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ഉണ്ടെങ്കിൽ ഇനി അവിടെ ആ സെയിം പഞ്ചായത്ത് പ്രവർത്തന പരിധിയോടെ മറ്റൊരു സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് രൂപീകരിക്കാൻ പറ്റത്തില്ല. ഒരു സ്ഥലത്ത് ഒരു സ്വഭാവമുള്ള ഒരു സംഘവും പറ്റത്തുള്ളൂ. ഓക്കെ, ഒരേ സ്വഭാവമുള്ള രണ്ട് സംഘങ്ങൾ ഒരു പ്രവർത്തന പരിധി പറ്റത്തില്ല. ഇപ്പൊ നമ്മൾ നോക്കും നിലവിൽ അവിടെ ഈ എന്താണ് സ്വഭാവമുള്ള സംഘം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, റിജക്ട് ചെയ്യും കേട്ടോ. ഓക്കെ, 3 കാര്യങ്ങൾ പഠിച്ചു. ആക്ടിനും റൂളിനും വിധേയപ്പെട്ടിരിക്കണം അപേക്ഷ, സെക്ഷൻ 4 പ്രകാരമായിരിക്കണം ഒബ്ജക്റ്റീവ്, സംഘത്തിന്റെ പ്രവർത്തന പരിധി ഓവർലാപ്പ് ചെയ്യുന്നുണ്ടോ, നിലവിൽ ഇതുപോലത്തെ സംഘം അവിടെ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നോക്കും. 4ാമത് പറയാണ് that the proposed bylaws are not contrary to the provision of this act and rule എന്ന് പറയുന്നത്. എന്താ പറയുക, നിർദ്ദിഷ്ട ബൈലോ ഈ നിയമത്തിനും ചട്ടങ്ങൾക്കും വിധേയമല്ലെന്നും ഒക്കെ എന്താണ് വിരുദ്ധമല്ലെന്നും അത്രേ ഉള്ളത്. അതായത് നമ്മുടെ ഈ ബൈലോ, ഒരു പ്രപ്പോസ്ഡ് ബൈലോ നിർദ്ദിഷ്ടം അല്ലെ, ആ പ്രപ്പോസ്ഡ് ബൈലോ എന്ത് ചെയ്യാൻ പാടില്ല, ആക്ടിനും റൂളിനും വിരുദ്ധമാകാൻ പാടില്ല. നോട്ട് കോൺട്രാറി എന്ന് പറഞ്ഞാൽ വിരുദ്ധമാകാൻ പാടില്ലെന്ന് അർത്ഥം കേട്ടോ. എന്താണ് പറയുക, ദാറ്റ് ദി പ്രപ്പോസ്ഡ് ബൈലോ ആർ നോട്ട് കോൺട്രാറി ടു ദ പ്രൊവിഷൻ ഓഫ് ദിസ് ആക്ട് ആൻഡ് റൂൾ. അതായത് നമ്മുടെ ആക്ടിലെയും റൂളിലെയും വ്യവസ്ഥകൾക്ക് വിരുദ്ധമാകാൻ പാടില്ല നമ്മുടെ പ്രപ്പോസ്ഡ് ബൈലോ. മറ്റൊരു രീതി പറയുകയാണെങ്കിൽ എന്താണ് അർത്ഥമാക്കുക, ഇത് തന്നെ അല്ലേ, ആക്ടിനും റൂളിനും വിധേയപ്പെട്ടിരിക്കണം നമ്മുടെ പ്രപ്പോസ്ഡ് ബൈലോ. ഒരിക്കലും ആക്ടിനും റൂളിനും വിപരീതമാവാൻ പാടില്ല എന്ത്, നമ്മുടെ പ്രപ്പോസ്ഡ് ബൈലോ. അതുപോലെ വിരുദ്ധമാവാൻ പാടില്ല നമ്മുടെ അപേക്ഷയെന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട. ദാറ്റ് ദി പ്രപ്പോസ്ഡ് ബൈലോ ആർ നോട്ട് കോൺട്രാറി ടു ദ പ്രൊവിഷൻ ഓഫ് ദിസ് ആക്ട് ആൻഡ് റൂൾ. ഇങ്ങനെ പറയാണ് ദാറ്റ് ദ പ്രപ്പോസ്ഡ് സൊസൈറ്റി കംപ്ലൈസ് വിത്ത് ദ റിക്വയർമെന്റ് ഓഫ് എ സൗണ്ട് ബിസിനസ്. അല്ലെ, എന്താ പറയുക, നിർദ്ദിഷ്ട സംഘം കാര്യക്ഷമമായ സൗണ്ട് ബിസിനസ് എന്ന് പറയുന്നത് കാര്യക്ഷമമായ ബിസിനസ് അല്ലെങ്കിൽ കാര്യക്ഷമമായ വ്യാപാരത്തിന് ആവശ്യമായ കാര്യങ്ങൾ നിറവേറ്റുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കും. അതായത് നാളെ ഒരു ബിസിനസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവർ കംപ്ലൈ ചെയ്യുന്നുണ്ടോ, ദാറ്റ് ദ പ്രപ്പോസ്ഡ് സൊസൈറ്റി കംപ്ലൈസ് വിത്ത് ദ റിക്വയർമെന്റ്സ് ഓഫ് ദി സൗണ്ട് ബിസിനസ്. നിർദ്ദിഷ്ട സംഘം കാര്യക്ഷമമായ വ്യാപാരത്തിന് ആവശ്യമായ കാര്യങ്ങൾ നിറവേറ്റുന്നുണ്ടോ എന്നും കൂടെ നമ്മൾ നോക്കണം.
ഒന്നാമത് ഞാൻ പറഞ്ഞു എടേ ഓർത്തിരുന്നേ, ഒന്നാമത് പറഞ്ഞ എന്താണ് നമ്മുടെ അപേക്ഷ ആക്ടിനും റൂളിനും വിധേയമായിരിക്കണം. സെക്ഷൻ 4 പ്രകാരമായിരിക്കണം ഒബ്ജക്റ്റീവ്. സംഘത്തിന്റെ പ്രവർത്തന പരിധി ഓവർലാപ്പ് ചെയ്യാൻ പറ്റില്ല. ആക്ട് ആൻഡ് റൂളിന് വിരുദ്ധമായിരിക്കണം, അല്ലെങ്കിൽ ആക്ട് ആൻഡ് റൂളിന് വിധേയപ്പെട്ടിരിക്കണം നമ്മുടെ പ്രപ്പോസ്ഡ് ബൈലോ. ഒരിക്കലും വിരുദ്ധമാവാൻ പാടില്ല എന്നോർത്ത് വെച്ചേക്കുക. പിന്നെ നിർദ്ദിഷ്ട സംഘം നമ്മൾക്ക് സൗണ്ട് ബിസിനസ് എന്ന് പറയാൻ കാര്യക്ഷമമായിട്ട് ബിസിനസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവർ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കണം. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇത് പുതിയതായിട്ട് ആഡ് ചെയ്ത് വന്ന കേട്ടോ, നമ്മൾ പഠിച്ചിട്ട് പോകണം. ഞാൻ പറയാണ് ദാറ്റ് ദ പ്രപ്പോസ്ഡ് ക്രെഡിറ്റ് സൊസൈറ്റി ഹാവ്. ഇപ്പം നമ്മൾ ഒരു സംഘം നമ്മൾ എന്ത് ചെയ്യുകയാണ്, രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി അപേക്ഷ കൊടുക്കുമ്പോൾ അത് ക്രെഡിറ്റ് ആണോ നോൺ ക്രെഡിറ്റ് ആണോ നോക്കും. ഓക്കെ, ക്രെഡിറ്റ് ആണോ നോൺ ക്രെഡിറ്റ് ആണെന്നോ നോക്കും. ക്രെഡിറ്റ് സംഘം എന്ന് പറയാൻ വായ്പാ സംഘങ്ങൾ, വായ്പ കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. വായ്പാ സംഘങ്ങൾ. നോൺ ക്രെഡിറ്റ് സംഘം എന്ന് പറഞ്ഞാൽ വായ്പേതര സംഘം, അല്ലെങ്കിൽ വായ്പ കൊടുക്കുകയല്ല അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇവിടെ പറയാണ് നമ്മൾ രൂപീകരിക്കാൻ പോകുന്നത് ഒരു ക്രെഡിറ്റ് സൊസൈറ്റിയാണ്, അല്ലെങ്കിൽ രജിസ്ട്രാറിന് മുൻപാകെ അപേക്ഷയിൽ വന്നിട്ടുള്ളത് ഒരു ക്രെഡിറ്റ് സംഘം രൂപീകരിക്കാൻ വേണ്ടിയാണ് അപേക്ഷ വന്നിട്ടുണ്ടെങ്കിൽ നോക്കണം. ക്രെഡിറ്റ് സംഘമാണെങ്കിൽ minimum 2.5 lakh രൂപ that the proposed credit society have collected 2,50,000 rupees and non-credit cooperative societies have collected 1 lakh rupees as minimum share capital. ഇപ്പൊ എന്താണ് പറയുക, നിർദ്ദിഷ്ട വായ്പാ സംഘങ്ങൾ ഏറ്റവും കുറഞ്ഞത് മൂലധനമായിട്ട് 2.5 ലക്ഷം രൂപ സമാഹരിക്കുകയും ഇനി എന്താണ് വായ്പാ ഇതര സംഘങ്ങളാണെങ്കിൽ മിനിമം അവർ 1 ലക്ഷം രൂപയെങ്കിലും സമാഹരിക്കേണ്ടതാണെന്ന് ഓർത്തു വെച്ച്. ക്ലിയർ അല്ലേടെ? എന്താ പറഞ്ഞത്, എന്താണ് പറയുന്നത്, ദാറ്റ് ദ പ്രപ്പോസ്ഡ് സൊസൈറ്റി അല്ലേ, ദാറ്റ് ദി പ്രപ്പോസ്ഡ് ക്രെഡിറ്റ് സൊസൈറ്റി ഹാവ് കളക്ടഡ് 2,50,000 rupees. അതായത് ക്രെഡിറ്റ് സംഘമാണെങ്കിൽ, വായ്പാ സംഘമാണെങ്കിൽ അവർ മിനിമം എത്ര രൂപ കളക്ട് ചെയ്യണം, 2.5 ലക്ഷം രൂപ കളക്ട് ചെയ്യണം. ഓക്കെ, ഇനി വായ്പാ ഇതര സംഘം, വായ്പാ സംഘമല്ല എന്നുണ്ടെങ്കിൽ മിനിമം അവർ 1 ലക്ഷം രൂപ എന്ത് ചെയ്തിരിക്കണം, കളക്ട് ചെയ്തിരിക്കണമെന്ന് ഓർത്ത് വെച്ചേക്കുക. വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, മനസ്സിലാക്കി തന്നെ പോകണം. ക്ലിയർ അല്ലേ? ദാറ്റ് ദി പ്രപ്പോസ്ഡ് ക്രെഡിറ്റ് സൊസൈറ്റി ഹാവ് കളക്ടഡ് 2,50,000. അതായത് ക്രെഡിറ്റ് സംഘമാണെങ്കിൽ മിനിമം 2.5 ലക്ഷം രൂപയും ഇനി നോൺ ക്രെഡിറ്റ് സംഘമാണെങ്കിൽ മിനിമം 1 ലക്ഷം രൂപയും ഇവർ ഷെയർ ക്യാപിറ്റലായിട്ട് സമാഹരിക്കണം എന്ന് ഓർത്ത് വെച്ച്, കളക്ട് ചെയ്യണമെന്ന് ഓർത്ത് വെച്ചേക്കുക. പുതിയതായിട്ട് വന്നതാടെ കേട്ടോ, അമെന്റ്മെന്റ് കൂട്ടി ചേർത്താന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, സാറ്റിസ്ഫൈ ചെയ്ത് ബോധ്യപ്പെടുത്തണം. നമ്മൾ പറഞ്ഞു A to F വരെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ രജിസ്ട്രാറിനെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്യും, അപേക്ഷ ലഭിച്ച് 60 ദിവസമായിട്ട് അദ്ദേഹം സംഘം രജിസ്റ്റർ ചെയ്യുമെന്നാണ് പറയുന്നത്. ക്ലിയർ ആയോടെ? എന്താ പറഞ്ഞത്, ഇതൊന്നും നോക്കണം, ചോദിക്കാം കേട്ടോ. ക്രെഡിറ്റ് സംഘമാണെങ്കിൽ 2.5 ലക്ഷം രൂപയും, അല്ലെ ക്രെഡിറ്റ് സംഘമാണെങ്കിൽ 2.5 ലക്ഷം രൂപയും, അതുപോലെ തന്നെ നോൺ ക്രെഡിറ്റ് സംഘമാണെങ്കിൽ 1 ലക്ഷം രൂപ മിനിമം ആണേ. ഓക്കെ, മിനിമം 1 ലക്ഷം രൂപയും ഒരു ഷെയർ ക്യാപിറ്റലായിട്ട് കളക്ട് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. രജിസ്ട്രാർ ഈ സാറ്റിസ്ഫൈഡ്, അദ്ദേഹത്തെ നമ്മൾ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്യും, അപേക്ഷ ലഭിച്ച് he may register the society and its bylaw within a period of 60 days from the date of receipt of application. അപേക്ഷ ലഭിച്ച് 60 ദിവസത്തിനുള്ളിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നതാണ് പറഞ്ഞത്, നമുക്ക് രജിസ്റ്റർ ചെയ്ത് തരും കേട്ടോ. എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെങ്കിൽ ഇത്രയും കാര്യം അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തണം. നമ്മൾ പറഞ്ഞു A to F വരെ കുറേ കാര്യങ്ങൾ പറഞ്ഞു, ഞാൻ വീണ്ടും പോകുന്നില്ല അതിലേക്ക്. ഇപ്പം ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹം അപേക്ഷ കിട്ടി 60 ദിവസം നമ്മൾ രജിസ്റ്റർ ചെയ്ത് തരും. ഇനി ഞാൻ താഴെ പറഞ്ഞ കാര്യങ്ങളും കൂടെ മക്കളെല്ലാവരും നോക്കിയിട്ട് പോവാം. നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞു ഷെയർ ക്യാപിറ്റലിന്റെ ഒരു ക്ലോസ് പറഞ്ഞു. എന്താണ്, ക്രെഡിറ്റ് സംഘമാണെങ്കിൽ മിനിമം 2.5 ലക്ഷം രൂപ, നോൺ ക്രെഡിറ്റ് സംഘമാണെങ്കിൽ മിനിമം 1 ലക്ഷം രൂപ ഷെയർ ക്യാപിറ്റലായിട്ട് എന്ത് ചെയ്യണം, കളക്ട് ചെയ്യണം. പക്ഷെ ഈ ഒരു ക്ലോസ് ചില ടൈപ്പ് സംഘങ്ങൾക്ക് ബാധകമല്ല കേട്ടോ. അതായത് പ്രൊവൈഡഡ് ദാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു പ്രയോഗമാണ്. എന്നിരുന്നാലും നമ്മൾ മേലൊരു കണ്ടീഷൻ പറഞ്ഞു. പക്ഷെ എന്നിരുന്നാലും എന്താണ്, ഇത് ചില സംഘങ്ങൾക്ക് ഈ ഒരു മിനിമം ഷെയർ ക്യാപിറ്റൽ ക്ലോസ് ബാധകമല്ല. ഏതൊക്കെയാണെന്ന് നോക്കിയേ. ദ റിക്വയർമെന്റ് ഓഫ് മിനിമം ഷെയർ ക്യാപിറ്റൽ ഇൻ ദിസ് ക്ലോസ് നോക്കിയേ ഷാൽ നോട്ട് ബി ആപ്ലിക്കബിൾ ടു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഓഫ്, ഏതൊക്കെ സംഘത്തിനാണ്, SC/ST സംഘം. നോക്കിയേ SC/ST സംഘത്തിന് എന്താണ്, ഇത് ബാധകമല്ല. ഫിഷറീസ് സംഘം, ഓക്കെ, ഫിഷറീസ് സംഘത്തിന് ഇത് ബാധകമല്ല. പിന്നെ ഏത് സംഘത്തിനാണ് ബാധകമല്ല, വനിത അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ സംഘം അല്ലെ, ആ വനിതാ സംഘമോ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ സംഘം ഉണ്ടല്ലോ, അവർക്കും ഇത് ബാധകമല്ല. അതുപോലെ തന്നെ പറയുന്നുണ്ട് പ്രൈമറി ആനന്ദ് പാറ്റേൺ മിൽക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റി, ദാറ്റ് മീൻസ് ആപ്കോസ് അല്ലെ, ആ പ്രൈമറി
ആനന്ദ് പാറ്റേൺ മിൽക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് ബാധകമല്ല. പിന്നെ എന്താണ്, സ്കൂൾ കോളേജ് സംഘങ്ങൾക്ക് ബാധകമല്ല. സ്കൂൾ അല്ലെങ്കിൽ എന്താണ് കോളേജ് സംഘത്തിന് ഈ ഒരു ക്ലോസ് ബാധകമല്ല. അതുപോലെ തന്നെ ട്രഡീഷണൽ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസിനും എന്തല്ലടേ ഇത് ബാധകമല്ല. അതായത് മിനിമം ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്ന ക്ലോസ് ബാധകമല്ല. അതായത് അവർക്ക് അങ്ങനെ മിനിമം ആയിട്ട് ഷെയർ ക്യാപിറ്റൽ പിടിക്കണ്ട. ക്ലിയർ ആകുന്നുണ്ടോ? ക്രെഡിറ്റ് സംഘമാണെങ്കിൽ 2.5, നോൺ ക്രെഡിറ്റ് ആണെങ്കിൽ 1. പക്ഷേ ഈ ഒരു ക്ലോസ് താഴെ പറയുന്ന സംഘങ്ങൾക്ക് നമ്മൾ ഇത്ര നേരം പറഞ്ഞില്ല അവർക്ക് ഇത് ബാധകമല്ല. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ആർക്കൊക്കെയാണെന്ന് ചോദിച്ചാൽ ഓർത്ത് വെച്ചാൽ SC/ST സംഘത്തിന് ബാധകമല്ല, ഫിഷറീസ് സംഘത്തിന് ബാധകമല്ല, വനിതാ സംഘത്തിന് ബാധകമല്ല, ട്രാൻസ്ജെൻഡേഴ്സ് സംഘത്തിന് ബാധകമല്ല, പ്രൈമറി ആനന്ദ് പാറ്റേൺ മിൽക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് ബാധകമല്ല, സ്കൂൾ അല്ലെങ്കിൽ കോളേജ് സംഘങ്ങൾക്ക് ബാധകമല്ല, ട്രഡീഷണൽ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസിനും ഇത് ബാധകമല്ല. അത് പഠിച്ചോണേ. കാരണം എന്താണെന്നറിയാം, ചോദിക്കാം, നമുക്ക് വേണമെങ്കിൽ ചോദ്യം. നല്ല ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ തന്നെ ആലോചിച്ച്. നല്ലൊരു ചോദ്യമായതുകൊണ്ട് വേണമെങ്കിൽ നമ്മളോട് അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അത് എല്ലാവരും ഒന്ന് പഠിച്ചേക്കുക. ഇനി അടുത്ത പറയാം നോക്കിയേ, വേർ ദ രജിസ്ട്രാർ റെഫ്യൂസസ് ടു രജിസ്റ്റർ എ സൊസൈറ്റി. ഇപ്പം നമ്മൾ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ, കുറെ A to F വരെ പറഞ്ഞ കാര്യങ്ങളിൽ രജിസ്ട്രാറിന് ആ കാര്യങ്ങൾ ബോധ്യപ്പെട്ടാൽ മാത്രമേ, അതെല്ലാം പ്രോപ്പറായിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്ത് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടാൽ മാത്രമേ അദ്ദേഹം നമുക്ക് രജിസ്റ്റർ ചെയ്ത് തരികയുള്ളൂ. ശരിയല്ലേ? അല്ലെങ്കിലോ എവിടെങ്കിലും ഒരു പിശകുണ്ട്, നമ്മൾ ഈ പറഞ്ഞ കാര്യം കണ്ടീഷൻസിൽ എവിടെയെങ്കിലും ഒരു പിശകുണ്ടെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യൂടെ? അദ്ദേഹം നമ്മുടെ അപേക്ഷ നിരസിക്കും. ക്ലിയർ ആയോ? എന്ത് ചെയ്യും? അദ്ദേഹം നിരസിക്കുമെന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ അതുകൊണ്ട് പറയുന്നുണ്ട്, വേറെ രജിസ്ട്രാർ റെഫ്യൂസസ് ടു രജിസ്റ്റർ എ സൊസൈറ്റി. രജിസ്ട്രാർ സംഘത്തിന്റെ രജിസ്ട്രേഷൻ നിരസിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്താണ്, അദ്ദേഹം രജിസ്റ്റർ ചെയ്ത് തരില്ല, റിജക്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഹി ഷാൽ കമ്മ്യൂണിക്കേറ്റ് ദ ഓർഡർ ഓഫ് റെഫ്യൂസൽ together with the reasons therefore within 50 days of such order to such of the applicant as may be prescribed. അതായത് അദ്ദേഹം എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട്, അതായത് നമ്മൾ പറഞ്ഞ നിയമപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പ്രോപ്പർ ആണെങ്കിൽ അദ്ദേഹം നമുക്ക് രജിസ്റ്റർ ചെയ്ത് തരും. അവിടെ എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അദ്ദേഹം ഒന്ന് റിജക്ട് ചെയ്യും. അല്ലേ? സംശയമൊന്നും വേണ്ട, അദ്ദേഹം റിജക്ട് ചെയ്യും. എല്ലാ കാര്യങ്ങളും അദ്ദേഹം വിശദമായിട്ട് പരിശോധിച്ച ശേഷം മാത്രമേ നമുക്ക് രജിസ്റ്റർ ചെയ്യുകയുള്ളൂ. ഇനിയും പറയാണ്, അദ്ദേഹം ഇത് റിജക്ട് ചെയ്യുകയാണെങ്കിൽ, അല്ലെ, അദ്ദേഹം ഇത് റിജക്ട് ചെയ്യുകയാണെങ്കിൽ റിജക്ട് ചെയ്യുന്ന ദിവസം മുതൽ 15 ദിവസം, ഫോർ എക്സാമ്പിൾ അദ്ദേഹം ഇന്ന് റിജക്ട് ചെയ്തെങ്കിൽ ഇന്ന് റിജക്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. റിജക്ട് ചെയ്ത് 15 ദിവസത്തിനകമായിട്ട് എന്ത് ചെയ്തിരിക്കണം? നമ്മളെ അറിയിക്കണം, നിങ്ങളുടെ അപേക്ഷ റിജക്ട് ചെയ്തു. ഓക്കെ, റിജക്റ്റഡ് എന്ന് ഒറ്റ വാക്കിലല്ല, എന്തുകൊണ്ടാണ് റിജക്ട് ചെയ്തത്, കാര്യകാരണങ്ങൾ സഹിതം പറയണം. ഇന്ന പ്രശ്നം കൊണ്ടാണ്, അല്ല ഇന്ന കാരണം കൊണ്ടാണ് ഞങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഞാനിത് റിജക്ട് ചെയ്തത്. നിങ്ങളുടെ അപേക്ഷ റിജക്ട് ചെയ്തു. റിജക്ട് ചെയ്തതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന കാരണം കൊണ്ടാണ് റിജക്ട് ചെയ്തത്. അല്ല ഒറ്റയടിക്ക് റിജക്റ്റഡ് എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കാൻ പറ്റില്ല. കാര്യകാരണങ്ങൾ അതിൻ്റെ അത് ബോധിപ്പിക്കണം എന്ന് ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ അല്ലേടെ? ക്ലിയർ അല്ലേ? അപ്പം രജിസ്ട്രാർ റിജക്ട് ചെയ്യുകയാണെങ്കിൽ കാര്യകാരണങ്ങൾ സഹിതം ബോധ്യപ്പെടുത്തണമെന്ന് ഓർത്തു വെച്ചേക്കുക. ഓക്കെ, അപ്പം പറയണം, റിജക്ട് ചെയ്യുമ്പോൾ അറിയിക്കണം. ഇത് PYQ കേട്ടോ, ഇത് PYQ ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സംഘം രജിസ്റ്റർ ചെയ്യാനുള്ള അപേക്ഷ രജിസ്ട്രാർ റിജക്ട് ചെയ്യുകയാണെങ്കിൽ റിജക്ട് ചെയ്ത് 15 ദിവസത്തിനകം, സെക്ഷൻ 7 സബ്സെക്ഷൻ 2 പറയുന്നു. സെക്ഷൻ 7 സബ്സെക്ഷൻ 2 പ്രകാരം റിജക്ട് ചെയ്യുകയാണ്. റിജക്ട് ചെയ്ത് 15 ദിവസത്തിനകമായിട്ട് എന്ത് ചെയ്തിരിക്കണം? ആ അപേക്ഷകനെ അറിയിക്കണം. ഓക്കെ, അപേക്ഷകരെ അറിയിക്കണം. എന്ത് കാരണമാണെന്നും കൂടെ അതിൽ സ്പെസിഫൈ ചെയ്തിരിക്കണം. ക്ലിയർ അല്ലേടെ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഇനി ഇവിടെ അടുത്തതിൽ പറയാണ്, an application for registration of a society shall be disposed of by the registrar within 60 days from the date of receipt of the application. ഇവിടെ പറയുകയാണ്, രജിസ്ട്രാറിന്റെ മുൻപാകെ ഒരു അപേക്ഷ കിട്ടിക്കഴിഞ്ഞാൽ, അപേക്ഷ കിട്ടി 60 ദിവസത്തിനകമായിട്ട് അദ്ദേഹം അതിന്മേൽ തീരുമാനം എടുക്കണം എന്നാണ് പറയുക. ക്ലിയർ ആകുന്നുണ്ടോ? അപേക്ഷ കിട്ടിക്കഴിഞ്ഞാൽ അപേക്ഷ കിട്ടി 60 ദിവസത്തിനകമായിട്ട് രജിസ്ട്രാർ അതിന്മേൽ തീരുമാനം എടുക്കണം. ദാറ്റ് മീൻസ് ഒന്നെങ്കിൽ രജിസ്റ്റർ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ റിജക്ട് ചെയ്യാം. അതായത് രജിസ്റ്റർ എന്നാണ് പറയുക, ഒരു അപേക്ഷ കിട്ടി, ഇപ്പം ഞാൻ രജിസ്ട്രാർ ആണെങ്കിൽ എൻ്റെ മുൻപാകെ ഒരു അപേക്ഷ കിട്ടിക്കഴിഞ്ഞാൽ, സംഘം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഒരു അപേക്ഷ കിട്ടിക്കഴിഞ്ഞാൽ അപേക്ഷ കിട്ടി 60 ദിവസമേ ഉള്ളൂ, അതിനുള്ളിൽ ഞാൻ തീരുമാനം എടുത്തിരിക്കണം. തീരുമാനം എടുത്താൽ എന്താ അർത്ഥം നോക്കുക? ഒന്നെങ്കിൽ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ റിജക്ട് ചെയ്യുക. റിജക്ട് ചെയ്യുകയാണെങ്കിൽ റിജക്ട് ചെയ്ത് 15 ദിവസത്തിനകമായിട്ട് അവരെ അറിയിക്കണം, എടേ നിങ്ങളുടെയൊക്കെ അപേക്ഷ റിജക്ട് ചെയ്തു കേട്ടോ, കാരണം ഇന്ന കാരണങ്ങൾ കൊണ്ട് റിജക്ട് ചെയ്തെന്ന് അറിയിച്ചിരിക്കണം. അപ്പം ഇത് ഓർത്ത് വെച്ചേക്കുക. എന്താണ്? അപേക്ഷ കിട്ടി 60 ദിവസത്തിനകമായിട്ട് അതിന്മേൽ തീരുമാനം കൈക്കൊള്ളണം. അതൊന്ന് ഓർക്കുമല്ലോ ഇവിടെ. എന്താണ്? an application for registration of a society shall be disposed of by the registrar. disposed of എന്ന് പറയാൻ തീരുമാനം എടുക്കണം കേട്ടോ. എന്താണ്? തീരുമാനം എടുക്കണം എന്ന് ഓർത്ത് വെച്ചേക്കുക. തീരുമാനം എടുക്കണം.
അപേക്ഷ കിട്ടി 60 ദിവസമായിട്ട് അതിന്മേൽ തീരുമാനം എടുക്കണം. വിതിൻ 60 days ഫ്രം ദ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻ. അപേക്ഷ കിട്ടി 60 ദിവസമായിട്ട് രജിസ്ട്രാർ ആ അപേക്ഷയിന്മേൽ തീരുമാനം കൈക്കൊള്ളണം. ഒന്നുകിൽ രജിസ്റ്റർ ചെയ്യാം, അല്ലെങ്കിൽ റിജക്ട് ചെയ്യാം. ഓക്കെ, എന്താണെങ്കിലും കുഴപ്പമില്ല, 60 ദിവസമായിട്ട് തീരുമാനം എടുക്കണം. ഇനിയും പറയുകയാണ്, നോക്കിയേ, വേർ ആൻ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് എ സൊസൈറ്റി is not disposed of within the time specified in subsection 3, the applicant may make a representation. എന്താണ് അർത്ഥമാക്കിയിട്ടുള്ളത് ഇവിടെ പറയുക? നമ്മൾ ഒരു അപേക്ഷ കൊടുത്തു, രജിസ്ട്രാറിന് മുൻപ് നമ്മൾ നേരത്തെ നമുക്ക് സെക്ഷൻ 6 തിരിച്ചു വരും. നമ്മൾ ഒരു അപേക്ഷ കൊടുത്തു, അപേക്ഷ കൊടുത്ത് പറഞ്ഞു, അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അപേക്ഷ രജിസ്ട്രാർ സ്വീകരിച്ചു കഴിഞ്ഞാൽ 60 ദിവസമായിട്ട് രജിസ്ട്രാർ അതിന്മേൽ തീരുമാനം കൈക്കൊള്ളണം എന്നാണ് പറഞ്ഞത്. ഇപ്പൊ രജിസ്ട്രാർ അതിന്മേൽ തീരുമാനം കൈക്കൊള്ളുന്നില്ലെങ്കിലോ, അതായത് 60 ദിവസമായിട്ടും നമ്മളെ ഒന്നും അറിയിക്കുന്നില്ല. നമ്മൾ എന്താണ് സംഘം രജിസ്റ്റർ ചെയ്യാൻ അപേക്ഷ കൊടുത്തു, 60 ദിവസമായിട്ട് ഒരു തീരുമാനം അറിയുന്നില്ല. ഇപ്പൊ റിജക്ട് ചെയ്താലും നമ്മൾ അറിയണം, രജിസ്റ്റർ ചെയ്താലും നമ്മൾ അറിയണം. പക്ഷെ 60 ദിവസമായിട്ട് ഒരു തീരുമാനം അറിയുന്നില്ല. നമ്മൾ എന്ത് ചെയ്യും? നമ്മളിങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നാൽ അയ്യോ ഞങ്ങളുടെ അപേക്ഷയിൽ എന്ത് ചെയ്യും, കിട്ടുമോ കിട്ടില്ലേ, ഒരു പ്രശ്നമില്ല. അപ്പൊ 60 ദിവസം വരെ നമ്മൾ നോക്കുക. 60 ദിവസമാകുമ്പോട്ട് അത് രജിസ്റ്റർ ചെയ്യുകയോ അല്ലെങ്കിൽ റിജക്ട് ചെയ്തോ തരേണ്ടത് രജിസ്ട്രാറിന്റെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ അദ്ദേഹം നമുക്ക് എന്താണ് ചെയ്ത് തരുന്നില്ല എന്നുണ്ടെങ്കിൽ, 60 ദിവസമായിട്ട് അതിന്മേൽ ഒരു തീരുമാനം കൈക്കൊള്ളുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നമുക്ക് അവിടെ ഒരു റെപ്രസെന്റേഷന് പോകാമെന്ന് ഓർത്ത് വെച്ചേക്കുക. നമുക്ക് എന്തിനു പോകാതെ? നമുക്ക് അവിടെ ഒരു റെപ്രസെന്റേഷന് പോകാം. റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാൽ നിവേദനമാണ്. ഓക്കെ, ഒരു റെപ്രസെന്റേഷന് പോകാന്നാ പറയുന്നുണ്ട്. സംഘം രജിസ്റ്റർ ചെയ്യാനുള്ള അപേക്ഷ ഉപവകുപ്പ് 3 പറഞ്ഞിരിക്കുന്ന സമയപരിധിക്കുള്ളിൽ, അതായത് സബ്സെക്ഷൻ 3 പറഞ്ഞിട്ടുള്ള സമയപരിധി 60 ദിവസമാണ്. ആ സമയപരിധിക്കുള്ളിൽ അവിടെ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു റെപ്രസെന്റേഷൻ, ഒരു നിവേദനം, അല്ലെ, നിവേദനം, ഒരു റെപ്രസെന്റേഷന് വേണ്ടി പോകാം. അതായത് തീരുമാനമൊന്നും ആയില്ലല്ലോ, 60 ദിവസം ആയില്ല, നമ്മളിങ്ങനെ നോക്കിയിരിക്കുക, ഇന്ന് വരും നാളെ വരും, 60 ദിവസമായിട്ടും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റെപ്രസെന്റേഷന് പോകാം. അപ്പൊ ആരുടെ മുൻപാകെയാണ് നമ്മൾ റെപ്രസെന്റേഷന് പോകേണ്ടതെന്നാണ് ചോദ്യം. അപ്പൊ നമുക്കിവിടെ ഈ റെപ്രസെന്റേഷന് പോകാം. 2 പേരുടെ മുൻപാകെയാണ് പോകുന്നത്. ഒന്ന്, ഒരു അതോറിറ്റി എന്ന് പറഞ്ഞാൽ രജിസ്ട്രാറും മറ്റൊരു അതോറിറ്റി എന്ന് പറയാൻ ഗവൺമെന്റും ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് നമ്മളൊരു ഫങ്ഷണൽ രജിസ്ട്രാറിന്റെ മുൻപാകെയാണ് നമ്മൾ അപേക്ഷയും കൊണ്ട് പോയതെങ്കിൽ. ഓക്കെ, അപ്പൊ ആരാണ് ഫങ്ഷണൽ രജിസ്ട്രാർ, ആരാണ് മെയിൻ രജിസ്ട്രാർ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഒരു ഫങ്ഷണൽ രജിസ്ട്രാറിന്റെ മുൻപാകെയാണ്, ഫങ്ഷണൽ RCSന്റെ മുൻപാകെയാണ് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തത്, അല്ലേ? നമ്മൾ ഫങ്ഷണൽ RCSന് മുൻപിലാണ് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തതെന്ന് വിചാരിക്കും. കാരണം ഫങ്ഷണൽ രജിസ്ട്രാറിന് മുൻപാകെ ആപ്ലിക്കേഷൻ കൊടുത്തു, 60 ദിവസമായിട്ട് തീരുമാനമൊന്നും കൈക്കൊള്ളുന്നില്ല, അല്ലെങ്കിൽ സെക്ഷൻ 3 സബ്സെക്ഷൻ 2 പ്രകാരം വരുന്ന രജിസ്ട്രാർമാരുണ്ട്, അല്ലെ? ആ സെക്ഷൻ 3 സബ്സെക്ഷൻ 2 പ്രകാരമുള്ള രജിസ്ട്രാറിനെ നമ്മൾ ഫങ്ഷണൽ രജിസ്ട്രാർ എന്നും, സെക്ഷൻ 3 സബ്സെക്ഷൻ 1 പ്രകാരമുള്ള രജിസ്ട്രാറിനെ നമ്മൾ എന്താ പറയുക? മെയിൻ രജിസ്ട്രാർ എന്നും പറയും. നമ്മളിപ്പോൾ ഒരു ഫങ്ഷണൽ രജിസ്ട്രാറിന് മുൻപാകെയാണ് അപേക്ഷ കൊടുത്തതെങ്കിൽ അതിനെതിരെ നമ്മൾ നിവേദനം അല്ലെങ്കിൽ റെപ്രസെന്റേഷനുമായിട്ട് പോകുന്നത് ആരുടെ മുൻപാകെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ RCSന്റെ മുൻപാകെ ആയിരിക്കും പോകുക, മെയിൻ രജിസ്ട്രാറിന്റെ അടുത്ത് പോകും. അതാ പറയാ, before the registrar, if the application for registration is made to a person on whom the power of the registrar is conferred under subsection 2 of section 3. അപ്പം സബ്സെക്ഷൻ 2 എന്താണ്, സെക്ഷൻ 3 സബ്സെക്ഷൻ 2 പ്രകാരമുള്ള രജിസ്ട്രാറിന്റെ അടുത്താണ് നമ്മൾ അപേക്ഷ കൊടുത്തിട്ടും അപേക്ഷ കൊടുത്തത്. അവിടെ തീരുമാനമാകുന്നില്ലെങ്കിൽ നമ്മൾ നേരെ RCSന്റെ മുൻപാകെ, മെയിൻ RCSന്റെ മുൻപാകെ പോകും. ഇനി നമ്മൾ മെയിൻ RCSനാണ് നമ്മൾ എന്താ അപേക്ഷ കൊടുത്തതെങ്കിൽ, അല്ലെ, ബിഫോർ ദ ഗവൺമെന്റ് ഇഫ് ദ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഈസ് മെയ്ഡ് ബിഫോർ രജിസ്ട്രാർ, അതായത് നമ്മുടെ രജിസ്ട്രാറിന്റെ കൈവശമാണ് അപേക്ഷ കൊടുത്തത്, തീരുമാനം ഒന്നും ആകുന്നില്ലെങ്കിൽ നമ്മൾ നേരെ വിടും. എങ്ങോട്ട് പോകും? നമ്മൾ നേരെ ഗവൺമെന്റിലേക്ക് പോകും, കേട്ടോ. ഓക്കെ, അപ്പൊ ഫങ്ഷണൽ രജിസ്ട്രാർ ആണെങ്കിൽ രജിസ്ട്രാർ, അതായത് സെക്ഷൻ 3 സബ്സെക്ഷൻ 2 പ്രകാരമുള്ള രജിസ്ട്രാറിന്റെ അടുത്ത് അപേക്ഷ കൊടുത്തു, തീരുമാനമായില്ലെങ്കിൽ നമ്മൾ സെക്ഷൻ 3 സബ്സെക്ഷൻ 1 പ്രകാരമുള്ള മെയിൻ രജിസ്ട്രാറിലേക്ക്. ഇനി മെയിൻ രജിസ്ട്രാറിന് കൊടുത്തു, തീരുമാനം ഒന്നും ആകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഗവൺമെന്റിലേക്കുമാണ് നമ്മൾ റെപ്രസെന്റേഷന് പോകുക എന്നോർത്ത് വെച്ചേക്കുക. ഇവിടെ പറയാണ്, ബിഫോർ ദ ഗവൺമെന്റ് ഇഫ് ദ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഈസ് മെയ്ഡ് ബിഫോർ രജിസ്ട്രാർ ആൻഡ് ദ രജിസ്ട്രാർ ഓർ ഗവൺമെന്റ് ആസ് ദ കേസ് മേ ബി ഷാൾ വിതിൻ 60 days ഫ്രം ദ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് സച്ച് റെപ്രസെന്റേഷൻ ഇഷ്യൂ ഡയറക്ഷൻ ടു ദ അതോറിറ്റി കൺസേൺ ടു ടേക്ക് അപ്രോപ്രിയേറ്റ് ഡിസിഷൻ ഓൺ ദ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ആൻഡ് ദ അതോറിറ്റി കൺസേൺ ഷാൾ കംപ്ലൈ വിത്ത് സച്ച് ഡയറക്ഷൻ. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു നിവേദനം അല്ലെ, നമ്മൾ ഒരു റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ നിവേദനം നമ്മൾ RCSന്റെ മുൻപാകെയോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ മുൻപാകെയോ നമ്മൾ നിവേദനം കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെ, ആർക്കൊക്കെയാണ്, ഏതൊക്കെയാണ് അതോറിറ്റി? ഒന്നെങ്കിൽ RCS അല്ലെങ്കിൽ ഗവൺമെന്റ്. അങ്ങനെ ഒരു നിവേദനം ഈ രജിസ്ട്രാറിനോ
അല്ലെങ്കിൽ ഗവൺമെന്റിനോ കിട്ടിക്കഴിഞ്ഞാൽ ആ നിവേദനം കിട്ടി 60 ദിവസത്തിനകമായിട്ട് തന്നെ അവർ എന്ത് ചെയ്യണം? As the case may be shall within 60 days from the date of receipt of such representation. അതായത് രജിസ്ട്രാറിനോ ഗവൺമെന്റിനോ ഇങ്ങനെ ഒരു നിവേദനം കിട്ടിയെന്ന് വിചാരിക്കുക. നിവേദനം കിട്ടി 60 ദിവസത്തിനകമായിട്ട് അവർ എന്ത് ചെയ്യണം? തനത് അതോറിറ്റീസിലേക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കണം. അതായത് ഈ എന്താ പറയുക, ആപ്ലിക്കേഷൻ മേൽ കറക്റ്റ് പ്രോപ്പറായിട്ട് തീരുമാനമെടുക്കൂ എന്ന് പറഞ്ഞ് തനതായിട്ടുള്ള ആ ഒരു എന്താ പറയുക നിർദ്ദേശം നൽകണമെന്നാണ് പറയുക. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്താണ് പറയുക, മുകളിൽ പ്രസ്താവിച്ച രീതിയിലുള്ള നിവേദനം രജിസ്ട്രാർക്കോ ഗവൺമെന്റിനോ ലഭിച്ച തീയതി മുതൽ, അല്ലെ, അങ്ങനെ ലഭിച്ചു കഴിഞ്ഞാൽ ലഭിച്ച തീയതി മുതൽ 60 ദിവസത്തിനുള്ളിൽ ബന്ധപ്പെട്ട അധികാരികൾക്ക് ഉചിതമായ തീരുമാനമെടുക്കുന്നതിന് നിർദ്ദേശം നൽകേണ്ടതാണ്. പിന്നെ നമ്മളിപ്പോൾ ഒരു രജിസ്ട്രാറിന്റെ കൈവശമായിരുന്നു ഞാൻ ആദ്യം പോയി ഒരു അപേക്ഷ കൊടുത്തത്, മെയിൻ രജിസ്ട്രാറിന്റെ കയ്യിൽ നിന്നാന്ന് വിചാരിച്ചു. അദ്ദേഹം തീരുമാനമെടുത്തില്ല, അല്ലെ, 60 ദിവസം നമ്മൾ നോക്കും. 60 ദിവസം നോക്കിയിട്ട് നമ്മൾ എവിടെ ഇങ്ങോട്ട് പോകും? ഗവൺമെന്റിൽ കൊണ്ട് നമ്മൾ നിവേദനം കൊടുക്കും. അങ്ങനെ ഗവൺമെന്റിന് നിവേദനം കിട്ടിക്കഴിഞ്ഞാൽ, അങ്ങനെ ഒരു നിവേദനം ഗവൺമെന്റിന് കിട്ടിയെന്ന് വിചാരിക്കും. ഓക്കെ, ഗവൺമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ നിവേദനം ഗവൺമെന്റ് കിട്ടി 60 ദിവസത്തിനുള്ളിലായിട്ട് തന്നെ ഗവൺമെന്റ് രജിസ്ട്രാറിനോട് പറയും, ആ അപേക്ഷ നോക്കി വേണ്ട വിധത്തിൽ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകും. അപ്പം രജിസ്ട്രാറിന് പറയാം, നീ പ്രോപ്പറായിട്ട് ആ കാര്യങ്ങൾ ചെയ്യ്, ഒരു നിവേദനം വന്നിട്ടുണ്ട്, നീ എന്തുകൊണ്ട് 60 ദിവസം അങ്ങോട്ട് ചെയ്തില്ല, അവിടെ പെട്ടെന്ന് തന്നെ അതിന്മേൽ തീരുമാനം എടുക്കണമെന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? ആ ഒരു നിർദ്ദേശം നമ്മുടെ ഗവൺമെന്റ് രജിസ്ട്രാർ കൊടുക്കും. ഇനി ഒരു ഫംഗ്ഷണൽ രജിസ്ട്രാറിന് മുൻപാകെയാണ് ഞാൻ കൊണ്ട് സംഘം രജിസ്റ്റർ ചെയ്യാൻ അപേക്ഷ കൊടുത്തത്, 60 ദിവസമായിട്ട് ഒരു തീരുമാനം ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ മെയിൻ രജിസ്ട്രാറിനടുത്ത് എന്തിനു പോകും? നമ്മൾ നിവേദനം കൊടുക്കും, റെപ്രസെന്റേഷൻ കൊടുക്കും. അങ്ങനെ ഒരു റെപ്രസെന്റേഷൻ മെയിൻ രജിസ്ട്രാറിന് കിട്ടിക്കഴിഞ്ഞാൽ ആ റെപ്രസെന്റേഷൻ കിട്ടി 60 ദിവസത്തിനുള്ളിൽ തന്നെ മെയിൻ രജിസ്ട്രാർ ഫംഗ്ഷണൽ രജിസ്ട്രാർ പറയാം, എന്താണ് നീ കറക്റ്റ് കാര്യമായിട്ട് അതിന്മേൽ തീരുമാനം എടുത്ത് വിട്ട് ഇവിടെ നിവേദനം വന്നിട്ടുണ്ട്, ഒരു റെപ്രസെന്റേഷൻ വന്നു, നീ എന്തുകൊണ്ട് ചെയ്തില്ല, പെട്ടെന്ന് ആ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാൻ പറയും. അപ്പൊ എത്രയാണ്? ക്ലിയർ ആയല്ലോ. എന്താ പറയാ, നിവേദനം രജിസ്ട്രാർക്കോ ഗവൺമെന്റിനോ ലഭിച്ച തീയതി മുതൽ 60 ദിവസത്തിനുള്ളിൽ ബന്ധപ്പെട്ട അധികാരികൾക്ക് ഉചിതമായ തീരുമാനം എടുക്കുന്നതിന് നിർദ്ദേശങ്ങൾ നൽകേണ്ടതും പ്രസ്തുത രജിസ്ട്രേഷൻ അധികാരി രജിസ്ട്രാറുടെയോ ഗവൺമെന്റിന്റെയോ നിർദ്ദേശങ്ങൾ പാലിച്ചിരിക്കേണ്ടതുമാണ്. അങ്ങനെ ഇപ്പോൾ രജിസ്ട്രാറോ ഗവൺമെന്റോ ഒരു ഇഷ്യൂ ചെയ്യുകയാണ്, നിങ്ങൾ കറക്റ്റ് തീരുമാനം എടുക്കണമെന്ന് പറഞ്ഞ് കൊടുത്താൽ അത് മസ്റ്റായിട്ടും പാലിച്ചിരിക്കണമെന്ന് ഓർത്ത് വെച്ചേക്കുക. സിമ്പിൾ അല്ലേടേ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? പഠിച്ചില്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? ഇല്ല, സിമ്പിളാണ് ഈ കാര്യം. നമ്മളിത് എത്ര കണ്ടതാ? ഇത്തരം കാര്യമേ ഉള്ളൂ. ഇത്രയാണ് സെക്ഷൻ 7 പറയുന്നത്. സെക്ഷൻ 7 അല്ലെങ്കിൽ വകുപ്പ് 7 പറയുന്ന കാര്യം ഇത്രയാണ്. കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ സെക്ഷനെ കാര്യങ്ങൾ മനസ്സിലായല്ലോ അല്ലേ? സെക്ഷനെ കാര്യങ്ങൾ പറഞ്ഞാൽ A to F വരെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. എല്ലാം പ്രോപ്പർ ആണെങ്കിൽ രജിസ്റ്റർ ചെയ്ത് കൊടുക്കും. മിനിമം ഷെയർ ക്യാപിറ്റൽ ക്രെഡിറ്റ് സംഘമാണെങ്കിൽ മിനിമം 2.5, നോൺ ക്രെഡിറ്റ് ആണെങ്കിൽ മിനിമം 1 ലക്ഷം വേണം. പിന്നെ ചില സംഘങ്ങളെ അതിൽ നിന്ന് നമ്മൾ ഒഴിവാക്കും. അപേക്ഷ കൊടുത്ത് അപേക്ഷ കിട്ടിക്കഴിഞ്ഞ് 60 ദിവസത്തിനുള്ളിൽ അതിന്മേൽ തീരുമാനം കൈക്കൊള്ളണം. അങ്ങനെ തീരുമാനം കൈക്കൊള്ളുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റെപ്രസെന്റേഷന് പോകും. റെപ്രസെന്റേഷൻ കിട്ടി 60 ദിവസത്തിനുള്ളിൽ കറക്റ്റ് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറയും. ഓക്കെ, ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ? എന്തെങ്കിലും ബാറുണ്ടോ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ താഴെ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ ഒരു കാര്യം ചെയ്യാം, റൂളിൻ്റെ ക്ലാസ് ഞാൻ അടുത്ത ദിവസം എടുക്കാം. അപ്പോൾ തന്നെ ഏകദേശം 10-25 മിനിറ്റ് മിച്ചമായില്ലേ? നിങ്ങൾ ഒറ്റയടിക്കുള്ള കണ്ടു കഴിയുമ്പോൾ തന്നെ അങ്ങ് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, ഇതിൻ്റെ തനത് റൂള് 4 അല്ലേ? റൂള് 4ൻ്റെ ക്ലാസ് നമുക്ക് അടുത്ത ദിവസം എടുത്ത് തരാം. നിങ്ങൾ ചിട്ടയായിട്ട് പഠിച്ചു, ഞാൻ കൂടെ ഉണ്ട്. നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ കുറേശ്ശെ പഠിച്ച് 2-3 മാസം, ഓക്കെ, മാക്സിമം ഒരു 4 മാസം കൊണ്ട് അല്ല 5 മാസം കൊണ്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്ത് തരും. പിന്നെ ഇരുന്ന് പഠിച്ചോളുക. ഓക്കെ, ഒരു കാരണവശാലും ഇത് എന്ന് ഫ്രീ ചാനലായിട്ട് തന്നെ ഇങ്ങനെ അങ്ങ് പൊക്കോളും. നിങ്ങൾ അതോർത്ത് പേടിക്കും, ഒത്തിരി പേടിക്കും, സാറേ ഇത് കുറച്ച് കഴിയുമ്പോൾ ഇതാക്കുമോ? ഒന്നുമില്ല, ഇതിങ്ങനെ ഫ്രീ ആയിട്ട് ഡെയിലി വീഡിയോസുകൾ നിങ്ങൾക്ക് വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് വിജയിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യും. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, ആത്മവിശ്വാസത്തോടെ പഠിക്കുക. ഓക്കെ, ഇപ്പോൾ സിലബസ് വന്നു. ഇപ്പോൾ ഇന്നലെ ജൂനിയർ ക്ലർക്കിൻ്റെ സിലബസ് വന്നു. വലിയ വ്യത്യാസമൊന്നുമില്ല, അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ, ഓഡിറ്റിങ്ങിനെ കളഞ്ഞതല്ലേ ഉള്ളൂ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോസ് നമ്മളിവിടെ ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ടൈം ടേബിളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. കുറച്ചൊന്ന് കഴിയട്ടെ, ആദ്യം നിങ്ങൾ ഇതിലേക്കൊക്കെ ഇതൊക്കെ ഒന്ന് പരിചിതമാകുക. ഓക്കെ, അങ്ങനെയെങ്കിലും ബാക്കി അടുത്ത ക്ലാസ് നമുക്ക് അടുത്ത ദിവസം ചെയ്യാം. എല്ലാവരും പ്രോപ്പറായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.